ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ബീഫായിരുന്നു. നല്ല മൂത്തതോ അങ്ങനെയൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബീഫ് ഫ്രൈയിൽ വേറെ ഒരു സാധനങ്ങളോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകിയിട്ട് കുറേ വട്ടം കഴുകി വൃത്തിയാക്കിയുള്ള ബീഫ് അതിലോട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. കുറച്ച് അധികം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതിന് ശേഷം കറിവേപ്പില, നാടൻ കറിവേപ്പിലയാട്ടോ ഇടുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി മണമൊക്കെ കൂടുതലായിട്ട് കിട്ടും. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മുളക് പൊടി മതി. കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട. പിന്നെ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടിലത്തെ തന്നെയാണ്. വീട്ടിൽ കുരുമുളക് ഉണ്ട്, അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ടുള്ള കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കണം. ഈ തിരുമ്മലിലാണ് നമ്മുടെ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതിലോട്ട് പച്ച വെളിച്ചെണ്ണ കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നന്നായിട്ട് തിരുമ്പുന്നത്. ഒരു തുള്ളി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, ആ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പൊടി ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലോട്ടിട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒരു ഹാഫ് വേവ് അല്ലെങ്കിൽ ഒരു മുക്കാൽ വേവ് ആവുന്ന വരെ കുക്കറിലിട്ട് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെടുത്ത് ഹാഫ് വേവ് ഏകദേശം ഒന്ന് വെന്തതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിലോട്ട് നമ്മൾ നേരത്തെ വിസിലടിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ അതിൽ വെള്ളം ഉണ്ടാവും. വെള്ളമൊക്കെ നമ്മൾ വറ്റി വരുമ്പോഴാണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ സ്വാദ് കൂടുന്നത്. അപ്പോൾ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ബീഫ് കുറച്ച് എരിവിൻ്റെയും കുറച്ചും കൂടിയും മല്ലിപ്പൊടിയുടെയും കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി മല്ലിപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെ കേട്ടോ. മറ്റേ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതായിട്ട് കൂടുതലായിട്ട് ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഫീലായിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ഉണ്ടാക്കുക. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ബീഫ് ഉണ്ടാക്കുക. അത് നന്നായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഇങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ ബീഫ് ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ആ ബീഫിലോട്ട് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനിയും വറ്റാനുണ്ട്. അത് വറ്റുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കും വേണം. അപ്പം നമ്മുടെ വീട്ടിൽ ആ സ്മെല്ല് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇപ്പോൾ അതിനെക്കാട്ടിയും ഒന്നുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. മിക്കവാറും ബീഫ് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അമ്മ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അത് ഇതിൽ വേണമെങ്കിൽ കുറച്ച് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇടാം കേട്ടോ. ഞങ്ങളതൊന്നും ഇട്ടിട്ടില്ല. തേങ്ങാക്കൊത്ത് ചിലവർക്ക് ഇഷ്ടമാവും ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ അത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ വീണ്ടും ഇനിയും വരട്ടാണ്ട് ഇതിങ്ങനെ വരട്ടി വരുമ്പോൾ ബ്ലാക്ക് കളറാവും. അത് കാണുമ്പോഴേ തന്നെ നല്ല ടേസ്റ്റാണ്. പുറത്ത് ഒരു ബ്ലാക്ക് കളറാവും, പക്ഷേ ഉള്ളിലൊക്കെ നന്നായി വെന്ത് നമ്മുടെ ഈ മസാലകളുടെ ടേസ്റ്റ് ഉള്ളിലേക്ക് നന്നായിട്ട് ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടാവും. വേറെ ഒരു ഇതിൻ്റെ ഒന്നുമില്ല. നമ്മൾ ബീഫ് ഒരു പ്രത്യേക തരം ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇതിലധികം സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അത് മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളക്കി നമ്മൾ ഇളക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇളക്കണം. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ പുട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുട്ടും ബീഫും സൂപ്പറാട്ടോ. വരട്ടിയ പുട്ടും ബീഫും. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്.
പിന്നെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.